ഹായ് ഗൈസ്, ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ബ്രൈഡിൻ്റെ ബ്ലൗസാണ് കേട്ടോ. ഇത് ഓൾറെഡി ബ്രൈഡ് അവരുടെ ബന്ധുവിനെ കൊണ്ട് അങ്ങാണ്ട് സ്കേർട്ടും ടോപ്പും എല്ലാം തയ്പ്പിച്ചായിരുന്നു കേട്ടോ. അപ്പം ടോപ്പിനകത്തൊരു അപാകത വന്നതിൻ്റെ പേരിൽ അവരുടെ നിന്ന് ബാക്കി മെറ്റീരിയൽ വാങ്ങി നമ്മളെ കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം അപാകത എന്താണെന്ന് വെച്ചാൽ ഈ അയൺ ചെയ്യുമ്പോൾ ഈ നിറച്ച് വർക്കുണ്ട് ഇതിനകത്ത്. കല്ല് വർക്കായിരുന്നു, നല്ല സീക്വൻസ് വർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഈ കല്ല് വർക്ക് ഓൾറെഡി നമുക്ക് കത്രിക വെച്ചൊക്കെ കുറേയൊക്കെ കട്ട് ചെയ്ത് കളയാനേ പറ്റൂ. അയൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പറ്റൂല. പക്ഷേ ആദ്യം തയ്ച്ച ബ്ലൗസിനകത്ത് അയൺ ചെയ്യുകയോ എന്തോ ചെയ്തതിൻ്റെ പേരിലായിരിക്കാം ആ പ്രിൻസസ് കട്ട് ഫ്രണ്ടിൽ വരുന്ന ഭാഗത്തെല്ലാം അയൺ ചെയ്ത് തുണിയെല്ലാം ഉരുകി പിടിച്ച് അങ്ങ് ഭയങ്കര എന്താ പറയുക, അത് ഭയങ്കരമായിട്ട് അങ്ങ് ബോറായിപ്പോയി. അപ്പോൾ അത് ഇട്ടാലും ഭയങ്കര വൃത്തികേടായതിൻ്റെ പേരിലാണ് ഇത് രണ്ടാമത് നമ്മളെ കൊണ്ട് അവർ സ്റ്റിച്ച് ചെയ്യിക്കുന്നത്. അപ്പം ഞാനിതുപോലെ പ്രഷർ ഫുട്ടൊക്കെ ഇട്ട് നമ്മൾ കല്ലൊക്കെ അടിക്കുന്ന പ്രഷർ ഫുട്ട് ഇട്ട് തന്നെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എങ്കിലും നമ്മൾ ക്ഷമയോടുകൂടി ഇരുന്ന് സ്റ്റിച്ച് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ തുണി വലിയാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. കാരണം നമ്മുടെ സൂചിയുടെ മുന പോകുമ്പം തുണി കയറി വലിയും. അതുപോലെ തന്നെ നമ്മൾ തയ്ക്കുന്ന ആ ടോപ്പ് അതുപോലെ വൃത്തികേടാവുകയും ചെയ്യും. അപ്പം നമ്മൾ നല്ല ക്ഷമ വേണം ഇതൊക്കെ തയ്ച്ചെടുക്കണമെങ്കിൽ. അതുപോലെ തന്നെ കല്ലൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മൾ അയൺ ചെയ്തെടുക്കരുത്. ഇങ്ങനെയുള്ള കല്ലുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാവുള്ളൂ. അയൺ ചെയ്ത് എടുക്കുന്ന കല്ലുകളെന്ന് പറയുന്നത് തോനെയും പശ കൊണ്ട് ഒട്ടിക്കുന്ന കല്ലുകളാണ് നമ്മൾ അയൺ ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെയുള്ള നമ്മൾ അയൺ ചെയ്യരുത്. നമ്മൾ കത്രികയ്ക്ക് കുറച്ച് കുറച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. കുറച്ച് ക്ഷമയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്കാണിത്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.